മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി 411 കോടിയുടെ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുക. മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വൈദ്യുതി ക്ഷാമത്തിന്റെ പ്രധാന കാരണം. ഡാമുകളിൽ ആവശ്യത്തിന് ജലമില്ല. രാത്രി വൈദ്യുതി ഉപഭോഗം കൂടുന്നതുകൊണ്ട് കൂടിയ നിരക്ക് നൽകിയാണ് വൈദ്യുതി വാങ്ങുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണും. മലപ്പുറം ജില്ല നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനായി മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപകടങ്ങൾ എത്ര കണ്ട് കുറയ്ക്കാം. ഇടയ്ക്ക് 26-ാം തീയതി സുരക്ഷാ ദിനമായിരുന്നു. സുരക്ഷാ ദിനത്തിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ആ വിങ്ങിലെ ഇലക്ട്രിക്കൽ വിങ്ങിലെ കുറച്ച് ആളുകൾ ഇരുന്ന് ക്ലാസ് എടുക്കുകയും പരസ്പരം പറയുന്നതിന് പകരം ആ ജനങ്ങളിലേക്ക് എത്ര കണ്ട് എത്തിക്കാൻ സാധിക്കും, കുട്ടികളിലേക്ക് എത്ര കണ്ട് എത്തിക്കാൻ സാധിക്കും. സ്കൂൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി വൈദ്യുതി തട്ടിയിട്ട് കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ അപകടമുണ്ടായി. ലൈൻമാൻമാര് പലരും മരണപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ലൈൻമാന്റെ ഭാര്യ വിളിച്ചത് ആ ലൈൻമാൻ പരിക്കുപറ്റി 3 ആഴ്ചയായിട്ട് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് സഹായത്തിനായിട്ട് ആ ലൈൻമാന്റെ ഭാര്യ വിളിക്കേണ്ടത്. അപ്പൊ അപകടം എത്ര കുറച്ചുകൊണ്ട് ഈ ഒറ്റ മീറ്റിംഗിൽ നിന്ന് അപകടം മുഴുവൻ കുറയ്ക്കാൻ പറ്റില്ല. അതും കൂടി നമ്മുടെ ഒരു ജോലിയാണ്, ബോധവൽക്കരണം കൂടി നമ്മളെ ജോലിയാണ് എന്നും കൂടി മനസ്സിലാക്കണം. ജനപങ്കാളിത്തത്തിൽ ഇത് കുറെ കാര്യങ്ങൾ പരിഹരിച്ചു പോകും. ജീവനക്കാരെ സംബന്ധിച്ച് എനിക്ക് ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 90% പേര് നല്ല ആൾക്കാരാണ്, 90%. പക്ഷെ മോശം പേരുണ്ടാക്കാൻ 10% ധാരാളം മതി. ആ 90% എന്നുള്ളത് 99% പേര് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശ്രമം സ്വയം നമുക്ക് ആ പരിശ്രമത്തിലേക്ക് കടക്കണം. ജനങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ജനപ്രതിനിധികളെ എങ്ങനെ കൊണ്ടുവരാം എന്ന് ആലോചിക്കുമ്പോൾ അരിയാടൻ മുഹമ്മദ് മലപ്പുറത്ത് നിന്നുള്ള ബഹുമാനപ്പെട്ട നേതാവ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. നിയോജക മണ്ഡലം തലത്തിലെ കമ്മിറ്റി, MLA-മാര് ചെയർമാൻമാരായിട്ടുള്ള കമ്മിറ്റി. ഞാനെന്ന് എൻ്റെ നിയോജക മണ്ഡലത്തിൽ അരിയാടൻ മുഹമ്മദ് മന്ത്രിയാകുമ്പോൾ ഞാൻ MLA ആണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ആ കമ്മിറ്റി റെഗുലറായിട്ട് തന്നെ വിളിച്ചുകൂട്ടി എൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഞങ്ങളെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഏറ്റവും വലിയ ഓഫീസർ ആണ്. പങ്കെടുത്ത് യോഗം ചേരുന്നു. എല്ലാ AE-മാരും പങ്കെടുക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്നു. കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നല്ല സ്മൂത്തായിട്ട് അവരുടെ ജോലി ഭാരം എത്ര വലുതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ സഹകരണത്തോടെ അത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകാൻ സാധിക്കും. വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തടസ്സവും പരിഹരിക്കുന്നതിനും ഓരോ മണ്ഡലത്തിലെയും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് മന്ത്രി നേരിട്ട് യോഗം വിളിച്ചത്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിലുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. തകരാറിലായതും ശേഷി കുറഞ്ഞതുമായ ട്രാൻസ്ഫോമറുകൾ മാറ്റി സ്ഥാപിക്കാനും കൂടുതൽ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാനും KSEB ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഓരോ നിയോജക മണ്ഡലത്തിലെയും തദ്ദേശീയമായ വൈദ്യുതി പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിനുമായി MLA-മാരുടെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ യോഗം ചേരാനും മന്ത്രി നിർദ്ദേശം നൽകി. KSEB സെക്ഷൻ ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കും. ഉപഭോക്താക്കളുടെ പരാതികളിൽ ഉടനടി നടപടിയെടുക്കും. വരും വർഷങ്ങളിലെ ഉയർന്ന ഉപഭോഗം മുന്നിൽ കണ്ട് ഉൽപാദന പ്രസരണ ശൃംഖല ശക്തമാക്കുമെന്നും അനാവശ്യമായ പവർ കട്ടുകൾ ഒഴിവാക്കാൻ മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. CCN മലപ്പുറം.